ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ഡെയിലി വെയർ മേക്കപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെരി ക്യൂട്ടായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഏതാണോ ഫേവറേറ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അണ്ടർ ഐ ക്രീം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സെറമാണ്, ഫേസ് സെറമാണ്. ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 6 months ആയിട്ട് ഞാൻ ഈ സെറം ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിസൾട്ടാട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ഈവൺ ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഈ ഒരു സെറം ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ജസ്റ്റ് ഒരു 3 to 4 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫേസിലിട്ട് ഉരയ്ക്കരുത്, ജസ്റ്റ് ഡ്രാഗ് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് ഡാബ് ചെയ്ത് നെക്കിലും അപ്ലൈ ചെയ്യുക. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തായിട്ടിരിക്കും സ്കിന്ന്. കണ്ടോ, ഭയങ്കര ഒരു സ്മൂത്തായിട്ടിരിക്കും. നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സൺസ്ക്രീൻ. ഇപ്പം ഇത് നമ്മൾ ഇട്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു വെയിലിൽ റീഅപ്ലൈ ചെയ്ത് തന്നെ വേണം, കാരണം അത്രയും വെയിലാണ്. പെട്ടെന്ന് നമുക്ക് ഫേസൊക്കെ ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ ഒരു മാമാർത്തിൻ്റെ സൺസ്ക്രീനാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഞാൻ സൺസ്ക്രീൻ കുറേയൊക്കെ അങ്ങനെ മാറ്റി ഉപയോഗിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഞാനിതെൻ്റെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തു. നിങ്ങൾക്കിത് അതിന് ശേഷം നിങ്ങളുടെ നല്ല ഓയിലി ഫേസ് ആണെങ്കിൽ ഒരു കോമ്പാക്റ്റോ ടാൽക്കം പൗഡറോ ഉപയോഗിച്ചിട്ടോ ഒന്ന് ഫിക്സ് ചെയ്യാം. ഞാൻ കോമ്പിനേഷൻ സ്കിന്നായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വിട്ടു, എൻ്റെ അത്രയും ഓയിലി ആവത്തില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് ഐഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഐഷാഡോ പാലറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡും ഉണ്ട്. അതിൽ ഏറ്റവും ലൈറ്റർ ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ ബേസായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്യണം, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ അത്രയും ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ നെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് താഴെയും മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഷെയ്ഡ് കൊന്നതിനെ ഉപയോഗിച്ച് കാരണം അത്രയും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, നല്ലൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഫേസിന് തന്നെ ഐഷാഡോ ഉപയോഗിച്ചപ്പോൾ തന്നെ. അപ്പം നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മസ്കാരയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചൂടെടുത്ത് ചത്ത് ഇരിക്കുകയാണ്, അത്ര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമ്മൾക്ക് മസ്കാര. അതുകൊണ്ട് ഞാൻ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ വാഷബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അങ്ങ് ഒലിച്ചു പോകും. പിന്നെ നമ്മുടെ കണ്ണിനടിയിലും മുകളിലും ഒക്കെ ഇങ്ങനെ പരന്നിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് എടുത്തേക്കുന്നത്. ഇത് കളർ ബാറിൻ്റെ മസ്കാര കേട്ടോ. ഇത് ആക്ച്വലി നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. അതുപോലെ ജസ്റ്റ് ഒറ്റ അപ്ലിക്കേഷനിൽ തന്നെ നല്ല ഡിഫറൻസ് കണ്ടില്ലേ. എനിക്ക് ഭയങ്കര കുറവാണ് ലാഷസ്, അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ അത്യാവശ്യം നല്ലൊരു പിഗ്മെൻറ്റഡ് ലിപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 ലിപ്സ്റ്റിക്ക് തന്നെ ഒരു മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാക്മേയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും, സെക്കൻഡ് വൺ ഫേസ് സ്കാനറുടെ ഒരു മറൂണിഷ് റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് പോലത്തെയാണ്. അപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഷെയ്ഡാട്ടോ. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയാം എനിക്ക് ഡിഫറൻസ് ആണെന്നുള്ളത്. നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കവറാവും. നിങ്ങൾക്കൊരു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. നല്ല പ്രൊഡക്റ്റാട്ടോ. നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ ഭയങ്കര സ്മൂത്താണ്, നല്ലതായിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകും നമ്മുടെ ലിപ്പിൽ. നല്ലൊരു സ്മൂത്തായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, ഒട്ടും ഡ്രൈയിങ്ങും അല്ല. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 6 hours നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചാലും ഇപ്പോൾ വെള്ളം കുടിച്ചാലും ഒന്നും പോകില്ല. അത്രയും നല്ല ലോങ് ലാസ്റ്റിങ്ങാണ്, സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. വേർത്താണ്, ആ ഒരു പ്രൈസിന് വേർത്താണ്. ഞാൻ പ്രൈസൊക്കെ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ലോവർ ലിപ്പിൽ മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുവാണ്, കണ്ടോ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇപ്പോൾ എൻ്റെ ഒരു കറൻറ്റ് ഫേവററ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു അക്വലോജിക്കയുടെ. ഇത് ശരിക്കും ലിപ് ഗ്ലോസ് ആണ്. ഞാൻ പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ബ്ലഷ് ആയിട്ടല്ല ഐഷാഡോ ആയിട്ടാണ്. കാരണം അത്ര നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണും പറയാം, അത്ര നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഭയങ്കര സ്മൂത്താണ്. അതുമല്ല എന്താ പറയുക, ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ബ്ലഷ് എങ്ങനെയാണ് അതേപോലെ തന്നെ ഇരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അത്ര നല്ല പ്രോഡക്റ്റാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഡോട്ട് ഇട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെയിൻ ഇരിക്കും. ഒത്തിരി സമയം കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്യുന്നെങ്കിൽ ആ സ്റ്റെയിൻ അതേപോലെ തന്നെ ഇരിക്കും.
അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണത്. അതിൻ്റെ ഷെയ്ഡ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.